ഡിസംബർ മാസം യൂസ്ഡ് കാർ എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വാഹനങ്ങൾ എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അതായത് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ജനുവരി മാസം എടുക്കുമ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായും. നമ്മൾ കഴിഞ്ഞ മാസം, അതായത് ഡിസംബർ മാസം നമുക്ക് ഓഫേഴ്സിന്റെ പെരുമഴയായിരുന്നു. അതിനെക്കാട്ടും കൂടുതൽ ഓഫേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ ഈ മാസം കൊടുത്തോണ്ടിരിക്കുന്നത്. ജനുവരി മാസം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഒരു വാഹനം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുക ഉദ്ദേശിച്ചത്? നമ്മുടെ ഷോറൂമിൽ നിന്ന് നമ്മുടെ വീഡിയോ കണ്ട് ഒരാൾ വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് 5000 രൂപയുടെ ആക്സസറീസ്, പിന്നെ 25 ലിറ്റർ പെട്രോള്, 25 ലിറ്റർ പെട്രോൾ ഏത് വണ്ടി എടുത്താലും 25 ലിറ്റർ പെട്രോള്, പിന്നെ അത് കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ട് പറയുന്ന വിലയിൽ നിന്ന് മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. പിന്നെ പോരാത്തതിന് ഇവിടുന്ന് എടുക്കുമ്പോൾ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കുക. അതിന്റെ പ്രധാന കാരണം എന്താണ്? നമുക്ക് 6 മാസം 1 വർഷം വാറണ്ടി ഉള്ള വണ്ടികളാണ് നമ്മളിവിടെ വെക്കുന്നത്. പിന്നെ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ആക്സിഡന്റ് ഫ്രീ വണ്ടികളായിരിക്കും. ഇത് തന്നെയാണ് അവിടെ മെയിൻ കാര്യം. അപ്പൊ അതായത് പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാം, വാറണ്ടി കൊടുക്കുന്നുണ്ട്, ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെക്ക് പോയിന്റ് കാണൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. അതിൽ പാസ്സായ വാഹനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമെങ്കിൽ നേരെ നമ്മുടെ ഈ ഷോറൂമിലേക്ക് വന്നാൽ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ കോഴിക്കോട് പോപ്പുലർ മാരുതിയുടെ നല്ലോണം ട്രൂ വാല്യൂ ആണ്. നമുക്ക് ബഡ്ജറ്റ് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 60,000 രൂപ മുതൽ വണ്ടികളുണ്ട്. 60,000 രൂപ മുതൽ 11 ലക്ഷം വരെയുള്ള വണ്ടികൾ നമുക്ക് സ്റ്റോക്ക്. 11 ലക്ഷം വരെ ഉണ്ട്. മാരുതി സുസുക്കിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് മാരുതി ഇഗ്നിസ്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2022 മോഡല് ഇഗ്നിസ് സീറ്റയാണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് വർക്കോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി ഒക്കെ പെർഫെക്റ്റ് ആണ്. നമുക്ക് 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 5,85,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ആസ്കിംഗ് പ്രൈസ് ആണ് നമ്മൾ ഇപ്പോൾ. ഇത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഫാമിലി കസ്റ്റമേഴ്സിന്റെ പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരുതി വാഗനർ. ന്യൂ ഫേസ് ഇതല്ലേ വരുന്നത്? ഇത് ന്യൂ മോഡൽ വണ്ടി, 2020 മോഡൽ വണ്ടി. 20? അതെ. വേരിയന്റ് ഏതാ? ഇത് 20 മോഡൽ VXI 1.2 ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസും പക്ക ഹിസ്റ്ററി ആണ്. എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് റേറ്റ് ഇട്ടേക്കുന്നത് 5,35,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് നോക്കാം. ഇതിൽ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസ് നമുക്ക് കൊടുക്കും. ഓൾ ഇന്ത്യ മാരുതി സർവീസ് സെന്ററിൽ. അതിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് കേട്ടോ. മാരുതിയുടെ നെക്സ കാറ്റഗറിയിൽ പെടുന്ന മാരുതി ബലേനോ അല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 മോഡൽ ആൽഫയാണ്. ആൽഫ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ ആണോ? പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റിൽ 33,000 കിലോമീറ്റർ. ഫുൾ ഓപ്ഷൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ബലേനോ ഇറങ്ങിയത് വെച്ചിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ. എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഉണ്ടാവും. എല്ലാ ഓപ്ഷൻസും. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്ന 6,10 ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? ഇതൊക്കെ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു മീഡിയം ബഡ്ജറ്റിൽ ചെറുവാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം ഹ്യുണ്ടായുടെ ഇയോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് 2013 മോഡൽ വണ്ടിയാണ്. 13 മോഡൽ സിംഗിൾ ഓണർ, വെറും 40,000 കിലോമീറ്ററിൽ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. അതെ. ഒരു 18-19 വരെ മൈലേജ് കിട്ടും. കിട്ടും. അതെ. വണ്ടി സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നമ്മൾ എടുത്തേക്കുന്ന വണ്ടി പെർഫെക്റ്റ് വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 1,85,000 രൂപയാണ് റേറ്റ് ഇട്ടേക്കുന്നത്. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാലോ. നമുക്ക് ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ വണ്ടി എടുക്കാൻ പറ്റും. ഇത് വരുന്നത് 2014 മോഡൽ ഡിലേ പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 48 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. നല്ല വണ്ടി തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ വില ഇട്ടേക്കുന്നത് 1,75,000 രൂപയാണ് വില ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിൽ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ. ഇത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഇത് നമുക്ക് ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വണ്ടി ഇറക്കാൻ പറ്റും. ഫാമിലി കസ്റ്റമേഴ്സിന്റെ പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരുതി സെലേറിയോ. അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് വർക്കോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം മൈലേജ് ഒക്കെ ഈ ഒരു മോഡലിൽ കിട്ടില്ലേ? ഇത് നല്ല മൈലേജ് കിട്ടുമല്ലോ. എങ്ങനെ ഒരു 18-19 വരെ നമുക്ക് മൈലേജ് കിട്ടുന്ന. അതുകൊണ്ട് തന്നെയാണ് ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ. അതായത് ഈ ഒരു ഫീഡ്ബാക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് കേട്ടോ ഈ 18-19 കിട്ടുന്നത്. ചുമ്മാ തള്ളുന്നതല്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് വർക്ക് ഒന്നുമില്ല. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 3,95 ആണ്. 18 മോഡലാണ് കേട്ടോ. 2018 മോഡലിലാണ്. 3,95,000 രൂപ. നെഗോഷ്യബിൾ ആണ്. നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടുന്ന 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ ബാക്കി നമുക്ക് ലോൺ ആക്കാം. ഇത് വരുന്നത് 2015 മോഡൽ നാനോ ടിസ്റ്റ് ആണ്.
ഇത് 90,000 കിലോമീറ്റർ നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ഓഫർ പ്രൈസിൽ വെറും 90,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 90,000 രൂപ. ട്വിസ്റ്റ് എക്സ്ടി എന്ന് പറയുന്ന ഡിക്കി ഓപ്പൺ ടൈപ്പ് വരുന്ന AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ സെഡാൻ സെഗ്മെന്റിൽ പെടുന്ന മാരുതിയുടെ ഡിസയർ അല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുന്നത് 2018 മോഡല് ഡിസയർ VDI ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതായത് ഓട്ടോമാറ്റിക് വണ്ടികൾ ഇപ്പം റയർ ആണ്, ഡീസലിൽ വരുന്നത്. ഡീസൽ റയർ ആണ്. അതുപോലെ ഓണർഷിപ്പോട് കൂടി 67,000 കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ 67,000 കിലോമീറ്റർ. ഇതൊക്കെ ഹിസ്റ്ററിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ പക്ക ഹിസ്റ്ററിയാണ്. വേറെ ആക്സിഡന്റ് വർക്കോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ഇതിന് നമ്മൾ ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമ്മൾ 5,95,000 രൂപ നെറ്റ് എമൗണ്ട് കിട്ടിയാൽ വണ്ടി കൊടുക്കാൻ പറ്റും. അതായത് ഈ ഒരു പ്രൈസിനൊന്നും ഈ ഒരു മോഡൽ അതായത് ഡീസൽ ഓട്ടോമാറ്റിക് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് 2022 മോഡല് വെറും 16,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏതാ വേരിയന്റ്? ഏതാ? ഇത് ZXi ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് തൊട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഓപ്ഷൻസും ആഡർ ആണ്. കമ്പനി തന്നെ ആഡർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്ന 6 ലക്ഷം രൂപയാണ് റേറ്റ് ഇട്ടേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് മാക്സിമം ഇതൊക്കെ ലോൺ ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി എത്ര ഡൗൺ പേയ്മെന്റ്? കസ്റ്റമർ വരികയാണെങ്കിൽ 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ ടിയാഗോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുന്നത് 2021 മോഡല് XZ+ ആണ്. XZ+, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ടിയാഗോ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ വളരെ കുറവാണ്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഓടിക്കുന്ന 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ടിയാഗോ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 5 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. കസ്റ്റമർ വന്ന് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് കിയ കാരൻസ്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2022 മോഡൽ വണ്ടിയാണ്. വണ്ടി ആകെ 13,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഏതാ വേരിയന്റ്? ഇത് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാറണ്ടി, കമ്പനി വാറണ്ടി ഉണ്ട്. അതായത് 2026 സെപ്റ്റംബർ വരെ നിലവിൽ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അണ്ടർ വാറണ്ടി ഉണ്ട്. അപ്പൊ പിന്നെ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. അത്രേ ഉള്ളൂ. അതായത് കിയയുടെ കമ്പനി വാറണ്ടി തന്നെയാണ് വരുന്നത്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മളിപ്പോ റേറ്റ് ഇട്ടേക്കുന്നത് 10,80,000 രൂപയാണ് റേറ്റ് ഇട്ടേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മാക്സിമം എത്ര ലോൺ കിട്ടും? ഇതൊക്കെ നമുക്ക് ഒരു 50,000 രൂപ അടച്ച വണ്ടി എടുക്കും. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് മാരുതി സുസുക്കിയുടെ ബലേനോ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2016 മോഡല് ബലേനോ സീറ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് വർക്കോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ 55,000 ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ. ഹിസ്റ്ററി പെർഫെക്റ്റ് ആണ്. ഇത് സീറ്റ എന്ന് പറയുന്നത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് അടക്കം വരുന്ന വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് എൻഡ് അല്ല അല്ലെ? ടോപ്പിന്റെ തൊട്ട് ടോപ്പ് എൻഡിൽ വരുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ് വരും. പക്ഷെ ഇത് അലോയ്സ് മാത്രമേ ചെറിയ മാറ്റം ഉണ്ടാവും. സ്ക്രീനും മാറ്റം ഉണ്ടാവും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 5,50,000 രൂപയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. കുറച്ച് കൊടുക്കാൻ പറ്റും. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2015 മോഡൽ വണ്ടി. 15 മോഡൽ സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ വണ്ടി കൂടിയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം ക്രോമും വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വണ്ടി ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 2,45,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുള്ള നല്ലൊരു ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം. മാരുതി A-Star. ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ A-Star ഓട്ടോമാറ്റിക് ആണ്. 90,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി 4 ടയർ പുത്തൻ ടയറുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സീറ്റ് കവർ നല്ല അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ ഉണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഒരു 3,60,000 വില എല്ലാ വണ്ടിക്കും ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 2,68,000 രൂപയുടെ പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ ഒരു വാഗനറിന് 6 മാസത്തെ വാറന്റി ഉണ്ട്. ചെറിയൊരു എമൗണ്ട് ആദ്യം ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമാക്കാനും പറ്റില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് വരുന്നത് 2018 മോഡൽ വാഗണർ VXi ആണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടിക്ക്. ഒന്നുമില്ല. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ള വാഹനമല്ലേ?
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 4,15,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ ചെയ്യണമെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്രയാണ്? നമുക്ക് വണ്ടി വിലയുടെ 95% ഫണ്ടിങ് ഉണ്ട്. ഇതൊക്കെ ഒരു 20 രൂപ അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാം. നമുക്ക് 6 മാസം വാറണ്ടി കൊടുക്കാൻ പറ്റും. 6 മാസം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നും ഇല്ല. മാരുതി സുസുക്കിയുടെ സെലേറിയോ ഒരെണ്ണം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജനുവരി മാസം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുന്നത് 2016 മോഡൽ സെലേറിയോ ആണ്. 55,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് മുകളിലില്ല. ഒന്നുമില്ല. ഇല്ല. നല്ല കണ്ടീഷൻ വെഹിക്കിൾ. അതെ, നമുക്ക് ഫിനാൻസ് ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ആക്കി കൊടുക്കാം. ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് 3,45,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. നമ്പർ സ്ക്രീനിലുണ്ട്. നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? കോഴിക്കോട് നല്ലടത്തുള്ള പോപ്പുലർ മാരുതിയുടെ ട്രൂ വാല്യൂ ആണ്.